നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. CPI ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും നരേന്ദ്രമോദി സർക്കാർ അദാനിക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് രാജ്യത്താകമാനം ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം. ഇപ്പം അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരായി വലിയ ആക്ഷേപമുണ്ടായി. ആക്ഷേപമല്ല, അദ്ദേഹത്തിനെതിരായി അമേരിക്കൻ കോടതി കേസെടുത്തു. അമേരിക്കയിൽ വ്യവസായം നേടിയെടുക്കുന്നതിന്, അതിന് കരാർ നേടിയെടുക്കുന്നതിന് വേണ്ടി അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് കോടിക്കണക്കിന് രൂപ അവർക്ക് കോഴ കൊടുത്തു എന്നുള്ളതാണ് അദാനിക്കെതിരായിട്ട് അമേരിക്കയിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. ആ ആരോപണത്തിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ കോടതി അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഓഹരി വിപണികളെ പറ്റിയും സമ്പദ് വ്യവസ്ഥയെ പറ്റിയും ആധികാരികമായ പഠനം നടത്തുന്ന ഏജൻസിയാണ് ഹിൻഡൻബർഗ് ഏജൻസി. ആ ഏജൻസി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ലോകത്തിന് മുന്നിൽ വെച്ചത്. അദാനിയുടെ ഓഹരി വിപണി മൂല്യം ഏതാണ്ട് കെട്ടിച്ചമച്ച ഓഹരി വിപണി മൂല്യമാണ്. ഇപ്പം 100 രൂപയുടെ ഓഹരിയുണ്ട്, അതിന് വിപണി മൂല്യമുണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഉണ്ടാവണം. എന്നാൽ അത് ഇല്ലാത്ത ഓഹരി മൂല്യങ്ങൾ കെട്ടിച്ചമച്ച് വലിയ തോതിൽ ആസ്തിയുണ്ട് എന്ന വ്യാജരേഖ ചമച്ച് അതിനകത്ത് ഓഹരി ജനറേറ്റ് ചെയ്ത് ആ ഓഹരി വിറ്റഴിച്ച് അതുവഴി കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്തെ ഓഹരി എടുക്കുന്ന ആളുകളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ നമ്മുടെ രാജ്യത്ത് വന്നത്. അദാനിയും അഴിമതിയും മോദി സർക്കാരിന്റെ പങ്കും സംയുക്തമായി പാർലമെന്ററി സമിതി അന്വേഷിക്കുക, മണിപ്പൂർ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുക, അഫ്സബ് കരിനിയമം പിൻവലിക്കുക, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. AP പ്രകാശൻ, സന്ധ്യ ബെന്നി, K ഉമയാക്ഷൻ, KC ശ്യാം, PP ഉദയപ്പൻ, PD ബൈജു, VK സാബു, ജോഷിത, KK പ്രഭു, K സലീം, S മനോഹരൻ, KC ജേക്കബ് എന്നിവർ സംസാരിച്ചു.